ഇപ്പോഴത്തെ NH-66 കേരള തമിഴ്നാട് അതിർത്തിയായ കാരോടാണ് ഇപ്പോഴുള്ളത്. തമിഴ്നാട്ടിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള സൈൻ ബോർഡൊക്കെ കാണാം. എന്നാൽ കുറച്ചപ്പുറത്ത് വരെ ഈ റോഡുള്ളൂ. അവിടുന്ന് തുടർന്ന് അങ്ങോട്ട് തമിഴ്നാട്ടിലെ NH-66 റീച്ചിൻ്റെ പണികൾ നടക്കുന്നതേ ഉള്ളൂ. ഇവിടുന്നൊരു U-ടേൺ എടുത്ത് കേരളത്തിലേക്ക് തന്നെ തിരിച്ചു കയറി തിരുവനന്തപുരം ബൈപ്പാസിൽ നടക്കുന്ന ബ്ലാക്ക് സ്പോട്ട് ഇറാഡിക്കേഷൻ വർക്കിൻ്റെയും അതേപോലെ തന്നെ വെട്ട് റോഡ് അണ്ടർപാസിൻ്റെയും ഒരു അപ്ഡേഷനാണ് ഇന്നത്തെ വീഡിയോ. ഇവിടം വരെയാണ് നിലവിൽ NH-66 പൂർത്തിയായിട്ടുള്ളത്. തുടർന്ന് അങ്ങോട്ടുള്ള കാഴ്ച ബ്രീഫായിട്ടൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് കേരളത്തിലേക്ക് തന്നെ മടങ്ങാം. അതിർത്തിയോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു അണ്ടർപാസിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ സോയിൽ കോമ്പാക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. തിരിച്ച് നമ്മൾ കേരളത്തിൽ തന്നെ കയറിയിട്ടുണ്ട്. തിരുപ്പുറത്ത് വരുന്ന മാവിലക്കടവ് റോഡിന് മുറിച്ച് കടക്കാൻ വേണ്ടിയുള്ള ഓവർപാസിൻ്റെ പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിലെ കാസ്റ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള പ്രവൃത്തികൾ പ്രാഥമിക ഘട്ടത്തിലാണ്. മുന്നിലായി ദൂരെ കാണുന്നതാണ് പൂവാർ നെയ്യാറ്റിൻകര റോഡിന് വേണ്ടിയുള്ള ഓവർപാസ്. അത് ബൈപ്പാസിൻ്റെ പണിയുടെ ഒപ്പം തന്നെ പൂർത്തിയായ ഒരു സ്ട്രക്ചറാണ്. അതുവഴി ഗതാഗതം ഇപ്പോഴും അനുവദിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ കുമരിച്ചന്തയിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ പൂന്തുറ അമ്പലത്തറ റോഡിന് കുറുകെ ഒരു അണ്ടർപാസ് നിർമ്മിക്കുന്നുണ്ട്. എന്നാൽ അത് പൈലിംഗ് സ്റ്റേജിലൊക്കെ എത്തിയിട്ടുള്ളൂ. ലോഡ് ടെസ്റ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതായി കാണാം. തൊട്ട് പിന്നിലായി തിരുവല്ലത്ത് കരമനയാറിന് കുറുകെ സർവീസ് റോഡിന് വേണ്ടി ഒരു പാലം നിർമ്മിക്കുന്നുണ്ട്. എന്നാൽ വാഹനം സൗകര്യപ്രദമായി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടാത്തത് കാരണം അത് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പോൾ ഈഞ്ചക്കിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ബൈപ്പാസിൽ തന്നെ ഏറ്റവും ട്രാഫിക് ബ്ലോക്കുള്ള ഒരു അപ്ഗ്രേഡ് ജംഗ്ഷനാണ് ഈഞ്ചക്കൽ. ആദ്യമേ ബൈപ്പാസിൻ്റെ പണി നടക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു അണ്ടർപാസ് പ്രപ്പോസ് ചെയ്തെങ്കിലും പല പല കാരണങ്ങൾ കൊണ്ട് അത് നീട്ടിവെക്കുകയും ഒടുവിൽ ആ പദ്ധതി തന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു. അതിന് ശേഷമാണ് ഇവിടെ ഒരു ഫ്ലൈ ഓവർ അനുവദിച്ചത്. ഇപ്പോൾ അതിൻ്റെ ഗർഡറിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ പഴയ റോഡ് പൊളിച്ചു മാറ്റി ഗ്രൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന പണികളും നടക്കുന്നുണ്ട്. 7 ഒറ്റത്തൂണുകളിൽ വരുന്ന ഒരു ഫ്ലൈ ഓവറാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ 2 പിയറിൻ്റെ കാസ്റ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2 എണ്ണത്തിൻ്റെ പിയർ ക്യാപ്പിംഗ് വിവിധ സ്റ്റേജസിലാണ്. 3 എണ്ണം ഇനിയും പിയർ ക്യാപ്പിങ്ങിലോട്ട് എത്താനുമുണ്ട്. ഇതുവരെ കാണിച്ച 4 പ്രോജക്റ്റുകളും ഒറ്റ ടെൻഡറായിട്ടാണ് അവാർഡ് ചെയ്തിരിക്കുന്നത്. ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻസ് ആണ് അതിൻ്റെ കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്നത്. അടുത്ത വർഷം മാർച്ചോടുകൂടി പൂർത്തിയാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് വെട്ട് റോഡ് എത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ഇത് കഴക്കൂട്ടം കടമ്പാട്ടുകോണം NH-66 റീച്ചിലെ ഒരു ഗ്രേഡ് സെപ്പറേറ്ററാണ് ഈ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ സമയമായതുകൊണ്ടാവണം പണിക്കാരെയൊന്നും കാണാനില്ല. എന്നാലും ആക്റ്റീവായിട്ട് കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു സൈറ്റാണിത്. ബാക്കിയുള്ള കഴക്കൂട്ടം കടമ്പാട്ടുകോണം റീച്ചിനെ അപേക്ഷിച്ച്
അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. വേറൊരു വീഡിയോയുമായി വേറൊരു ദിവസം എത്താം.